അയ്യപ്പേട്ട, ആശമാരുടെ പോരാട്ടം അത് അധിക്ഷേപങ്ങൾ സഹിച്ചാണ് എന്നുള്ളത് ആ സമരത്തിന്റെ തുടക്ക ദിവസം മുതൽ ഇന്ന് വരെ നമുക്കറിയാം. പറയാതെ പറഞ്ഞു, കൊള്ളിച്ചു പറഞ്ഞു, നേരിട്ട് പറഞ്ഞു, ഒക്കെ അവരെ അധിക്ഷേപിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് പരാമർശങ്ങൾ ഞാൻ ചേട്ടനോട് പറയാം. ചേട്ടൻ കേട്ടിട്ടുള്ളതാണ്, എങ്കിലും അതൊന്ന് ഞാൻ പറഞ്ഞു പോകാം. മന്ത്രി ആർ ബിന്ദുവിൻ്റെത്, കേന്ദ്രമന്ത്രിയുടെ മുൻപിൽ മണിമുറ്റത്താവണിപ്പന്തൽ പാട്ടുപാടിയാൽ പോരാ, ആവശ്യങ്ങൾ പറയാനുള്ള നട്ടെല്ല് സമരക്കാർ കാണിക്കണമായിരുന്നു. ഈ സമരം അവസാനിപ്പിക്കാനുള്ള നട്ടെല്ല് സർക്കാരിനുണ്ടോ എന്നുള്ളത് മന്ത്രി ബിന്ദുവിനോട് നേരിട്ട് ചോദിക്കുകയും വീണ ജോർജ് അവിടെ ഡൽഹി പോയിട്ട് ചന്തയ്ക്ക് പോയതുപോലെ പോയിട്ട് തിരിച്ചു രണ്ടാമത് പിന്നെ പറഞ്ഞോളൂ. അതെ. മറ്റൊന്ന് കെ.എൻ. ഗോപിനാഥ്, CITU സംസ്ഥാന സെക്രട്ടറിയാണ്. ഏറ്റവും മോശമായ ഒരു പരാമർശമായിരുന്നു. സമരപ്പന്തലിൽ വന്ന് സുരേഷ് ഗോപി സമരക്കാർക്ക് കുട മാത്രമാണോ അതോ ഇനി ഉമ്മ കൂടി കൊടുത്തോ എന്നറിയില്ല. നേരത്തെ അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. ഈ സഖാക്കളൊക്കെ ഒളിച്ചു നിന്ന് പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വിവരങ്ങളൊക്കെ പല വഴിയൊക്കെ വരുന്നുണ്ട്. ഒളിക്യാമറകളൊക്കെ ഒപ്പിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ മറന്നുകൊണ്ടാണ് ഈ സംസാരിച്ചിരിക്കുന്നത്. ഇനി A. വിജയരാഘവൻ, ബഹുമാനിക്കണം. അദ്ദേഹം പറഞ്ഞത് സമരം ചെയ്യുന്നത് യഥാർത്ഥ ആശമാരല്ല, കുറച്ചാളെ കാശും കൊടുത്ത് കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. 6 മാസത്തേക്കുള്ള സമരമാണ്. അവരൊന്നും പോകില്ല. ആശമാർ പോകുന്നതിന് മുൻപ് സമരക്കാരെ അവിടെ സമരത്തിന് പിന്നിലുള്ളവർ അങ്കണവാടിക്കാരെ അവിടെ കൊണ്ടുവന്നിരുത്തും. ഇതിൽ മറ്റൊരു കാര്യം കൂടി ഓർമ്മ വന്നത്, ജാഥയ്ക്ക് കൊടി പിടിക്കാൻ പലരെയും നിർത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ആളെ കൊണ്ടുവന്ന് ഇരുത്തി, അതായത് എക്സ്പോർട്ട് ചെയ്തിട്ടും ഒക്കെ ആളെ ഇരുത്തി നല്ല പരിചയമുണ്ട്. അങ്ങനെ പരിചയമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റും? അങ്ങനെ പരിചയമുള്ളത് കൊണ്ടല്ലേ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി. പിന്നെ എളമരം കരീംകയുടെ പരാമർശമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ചേട്ടന് അറിയാം. ഞാൻ അതുകൊണ്ടാണ് ഓരോന്നും എടുത്ത് പറയാത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട, അതായത് അധിക്ഷേപം സഹിക്കേണ്ട ഒരു തൊഴിലാളി വിഭാഗമാണോ ആശമാർ? നമുക്കറിയാം, ആശമാരൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളോട് അടുത്ത് നിന്നത് ഏത് സമയത്താണ്? കോവിഡ് സമയത്താണ്. നിപ്പയുടെ സമയത്തൊക്കെ അവരുടെ സംഭാവന എന്ന് പറഞ്ഞാൽ വിലമതിക്കാൻ കഴിയില്ല. കാരണം പലരും പേടിച്ചു മാറി നിൽക്കുമ്പോൾ അവരാണ് മുന്നിട്ടിറങ്ങി വന്നത്. ആ സമയത്ത് അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവരൊക്കെ വന്ന് ചെയ്യുമ്പോൾ അന്നേരം അവരൊക്കെ ദേവദൂതികളാണ്, മാലാഖമാരാണ്, ആനയാണ്, ചേനയാണ്. ഇപ്പോൾ അവരുടെ ഒരു ന്യായമായ കാര്യം മുന്നോട്ട് വെച്ച ഒരു സമരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവരെ ഒന്നിനും കൊള്ളില്ലാത്ത ആൾക്കാരാക്കി മാറ്റി. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അതായത് ഇതിലിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഓരോന്നായിട്ട് പറയുമ്പോൾ ഈ CPM നേതാക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം ബേബി എന്ന നേതാവ്, കൊല്ലത്തുകാരനായ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹം കൊല്ലത്ത് ഇവിടെ കുണ്ടറ MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം MP സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ NK പ്രേമചന്ദ്രൻ എന്ന RSPയുടെ നേതാവ്, അതുവരെ ഇടതുപക്ഷത്തിൽ നിന്ന ആള്, പിന്നീട് അദ്ദേഹം കോൺഗ്രസിന്റെ ഐക്യമുന്നണിയിലേക്ക് പോവുകയും അവിടെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തപ്പോൾ, അതായത് CPMനെ സംബന്ധിച്ച് ഭാഷാ നിഘണ്ടുവിൽ പ്രജിത പിന്നെ ജേർണലിസം പഠിച്ച ഒരു വ്യക്തിയാണ്, അത്യാവശ്യം മലയാളം വായിച്ചിട്ടുള്ളതാണ്, അറിയാവുന്നതാണ്. നമുക്കാർക്കും അറിയാത്ത മലയാള ഭാഷാ നിഘണ്ടുവിൽ എനിക്കും നിങ്ങൾക്കും അറിയാത്ത, പ്രജിതയ്ക്കും അറിയാത്ത ചില ഭാഷാ പ്രയോഗങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ അറിയുള്ളൂ. അവർക്ക് അങ്ങനെ ഒരു നാവ്, അങ്ങനെ ഒരു സരസ്വതി കടാക്ഷം, അതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അപ്പോൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് ഉദാഹരണമായിരുന്നു കുലംകുത്തി എന്നും കുലംകുത്തി തന്നെ എന്നുള്ള പ്രയോഗവും. ഈ പ്രേമേന്ദ്രൻ മത്സരിച്ചപ്പോഴും പറഞ്ഞ 1-2 പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗം എനിക്ക് പെട്ടെന്ന് ആ വാക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പോയി. അത് ഓർമ്മയുണ്ടോ? ഏതായാലും പ്രേമചന്ദ്രൻ മത്സരിച്ചപ്പോൾ ബേബി തോക്കുന്നതിന് കാരണമായിരുന്ന പ്രയോഗമുണ്ടായിരുന്നു. ആ പ്രയോഗം പ്രേക്ഷകർ ക്ഷമിക്കുക, പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോയതുകൊണ്ട്. അങ്ങനെ ഈ പറയുന്ന രീതിയിൽ പ്രേക്ഷകർക്ക് ഓർമ്മ വരുന്നുണ്ട്. കാര്യം അങ്ങനെ മറക്കാൻ പറ്റില്ല. കൊല്ലം പോലൊരു സ്ഥലത്ത് ബേബിയെ പോലെ കൊല്ലത്ത് വളർന്ന പ്രേമചന്ദ്രനേക്കാളും പേരുള്ള ഒരു നേതാവ് കൊല്ലത്ത് തോറ്റതിന്റെ കാരണം ഈ പറയുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ഭാഷാ പ്രയോഗം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഭാഷാ പ്രയോഗം, പരനാറി പ്രയോഗം,
കുലംകുത്തി തന്നെ എന്ന ടി പിക്കെതിരെ. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ആശാവർക്കർമാർ, ഇവർക്ക് ഒരു കാര്യം ഇവർ ചിന്തിക്കണം. ഇവരുടെ സമരങ്ങളും ഇവരുടെ പ്രകടനങ്ങളും ഒക്കെ വരുമ്പോൾ ഈ ആശാവർക്കർമാരെ കൊണ്ട് ഇരുത്തിയാണ് അവർ സദസ്സ് നിറയ്ക്കുന്നത്. ഈ സദസ്സ് നിറയ്ക്കുന്നത് അതുകൊണ്ടാണ്. രണ്ട്, ഈ പറയുന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ആദ്യത്തെ ടൈം ഇരിക്കുമ്പോൾ ഈ മഹാമാരി വരുമ്പോൾ ദിവസവും വൈകുന്നേരം ഒരു കാരണവരെ പോലെ എല്ലാം തൻ്റെ കഴിവ് കൊണ്ട് നിറവേറ്റുന്നു എന്ന് പറഞ്ഞ് പത്രക്കാരെ വിളിച്ചിരുത്തി പത്രസമ്മേളനം നടത്തി ഒക്കെ ചെയ്യുമ്പോൾ ഇത്രയും ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഈ പറയുന്നത് പറയാൻ തക്ക രീതിയിലുള്ള പിൻബലം കൊടുത്ത് ഈ പാവ ആശമാരാണ് ഓരോ ഡാറ്റ. അങ്ങനെയാണ് അന്ന് രോഗം നിയന്ത്രിച്ചത്. എന്തിനാ നിപ്പ എത്ര പ്രാവശ്യം വന്നുപോയി കോഴിക്കോട്. മാങ്ങ ഏത് തേങ്ങ ഏതെന്ന് അറിയാത്ത ആരോഗ്യമന്ത്രിക്ക് ഈ പറയുന്ന രീതിയിൽ ഈ ആരോഗ്യ വകുപ്പ് ഈ നിമിഷം വരെ, ഈ 4ാമത്തെ കൊല്ലം ഇവരായതിനു ശേഷം ഈ 4 കൊല്ലം വരെയും എങ്ങനെ കൊണ്ടുപോയി എന്നുള്ളതൊക്കെ ഇവരുടെയും കൂടെ ഒരു ബാക്ക് സപ്പോർട്ടല്ലേ, അതൊക്കെ ഇവർ ചിന്തിക്കണ്ടേ. അപ്പോൾ ഇതിൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ഇതിലങ്ങനെ മാറി നിന്ന് ചിന്തിച്ച് അധിക്ഷേപ വാക്കുകൾ ഇവർ പറഞ്ഞു എന്ന് പറയും. ഇവരെ പറയുള്ളൂ, ഇവർക്ക് അതിനുള്ള കഴിവുള്ളൂ. ഇതിനുള്ള തൊലിക്കെട്ടി എം എം മണിയൊക്കെ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? അപ്പം കരീം ഇക്ക പറയുന്നതിൽ നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല. കരീമിക്ക എങ്ങനെ, എന്ത് ബാക്ക്ഗ്രൗണ്ടാണ് കരീമിക്കൊക്കെ ഉള്ളതെന്നും കരീം എന്ന നേതാവ് ഇപ്പം നേതാവായ ശേഷം ഇത് നമ്മൾ പറയുന്ന പോലെ സത്വം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. നമ്മൾ എന്താണോ എന്നുള്ളത് അതിനി എത്ര പൂ കൊണ്ട് മൂടിയാലും എത്ര സെന്റ് പൂശി ഇരുന്നാലും ഒരാൾക്കുള്ള യഥാർത്ഥ സ്വഭാവം അത് എപ്പോഴായാലും പുറത്തു വരും. അങ്ങനെ ഒരു ചീഞ്ഞു നാറുന്ന സ്വഭാവമാണ്. അങ്ങനെ ഇപ്പൊ ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്, മാരിവിൽ സഖ്യമാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പൊ ചുരുക്കത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലെ തന്നെ ഇവരിപ്പം ഇവരുടെ CITU ഈ സമരം പൊളിക്കാൻ നോക്കി, ചന്ദ്രശേഖര INTUC വന്ന് ഇത് പൊളിക്കാൻ നോക്കി. SUCI ഇതിനകത്ത് വന്നതാണ് ഇവർക്ക് ഈ ചൊരുപ്പിന്റെ എല്ലാം കാരണം. സത്യം അതാണ്. SUCI പോലെ മറ്റൊരു സോഷ്യലിസ്റ്റ് പാർട്ടി ഇതിനകത്ത് വന്നു, മിനി നേതാവായി, മിനി ഇതിനെ നയിച്ചു. പക്ഷേ SUCI പോലും നേരിട്ടല്ല, ആ മിനി എന്ന് പറയുന്ന അവർ നേതാവായി നിർത്തിയിരിക്കുന്നവർ പ്രവർത്തിച്ചിരുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അവിടെ ഇരിക്കുന്ന ആശമാർക്ക് ഒന്നും ഈ പറയുന്ന രാഷ്ട്രീയമില്ല. അവരെല്ലാവരും SUCI-ക്കാരല്ല. ഇത് മനസ്സിലാക്കാനുള്ളത്, SUCI-യുടെ ഒരു നേതാവ് നയിച്ചു, ആ സമരം ജയിച്ചെന്ന് പറയുമ്പോൾ CITU തോറ്റു, ഭരണപക്ഷം തോറ്റു, ഇവരുടെ എല്ലാ അഹങ്കാരം തന്നെ. ഇവർക്ക് അതാണ് ഏറ്റവും വലിയൊരു ചൊരി. പക്ഷേ അവിടെ തോക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഇനിയാണ് തോൽവി വരുന്നത്. ഇനി അവർ ഇത്രയും ദിവസം പിന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ അംഗീകരിക്കേണ്ടി വരുമ്പോൾ, ഇനി അംഗീകരിക്കേണ്ടി വരുമ്പോൾ തോറ്റു. ഇവർക്ക് തോറ്റതിന് ശേഷം അയ്യോ പറ്റിപ്പോയി, അത് ഇങ്ങനെയായിരുന്നു എന്ന് പറയാൻ യാതൊരു ഉറപ്പുമില്ല. അതിനു മുൻപ് ഇവർ ഈ സമരത്തിന് ഇറങ്ങി, വരൂ നമുക്ക് ചർച്ച ചെയ്യാം, നിങ്ങളുടെ ആവശ്യം നമുക്ക് പരിഗണിക്കാം, നോക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ വിളിച്ച് സംസാരിച്ച് ഈ പൗരപ്രമുഖരോട് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കൊക്കെ ഭയങ്കര ഭയഭക്തി ബഹുമാനം ഒക്കെ ആണല്ലോ. അപ്പൊ ഇതൊന്നും ഉണ്ടായിട്ടില്ലേ? ഇവരോട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആരോഗ്യമന്ത്രിക്ക് അത് കഴിയാൻ പറ്റാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കണം ചേട്ടാ. ഇത് തുടക്കത്തിൽ ഈ ആശമാരുടെ ജോലി എന്ന് പറയുന്ന 1-2 മണിക്കൂർ ഒതുങ്ങുന്നതായിരുന്നു. ഇന്ന് ഒരു ദിവസം മുഴുവനും ഇരുന്ന് സ്വന്തം ഫോണിലെ ഡാറ്റയ്ക്കൊക്കെ ചാർജ് ചെയ്യണമെന്ന് ചേട്ടന് അറിയാം. അവർ ജോലിക്ക് വേണ്ടി ഫോൺ എടുത്തവർ അടക്കമുണ്ട്. അതായത് സ്മാർട്ട് ഫോണേ ഇല്ല, വരുമാനമില്ല എങ്കിലും ആ ഉള്ള ജോലി പോകണ്ട എന്ന് കരുതി സ്മാർട്ട് ഫോൺ എടുത്തിട്ടുള്ളവരുണ്ട്. അതെടുത്ത് അടിക്കടി ഡാറ്റ ചാർജ് ചെയ്തിട്ട് 1 മാസത്തേക്കുള്ളതൊന്നും ചാർജ് ചെയ്ത് ഇവരുടെ വർക്കിന് നിൽക്കില്ല. അതിനു വേണ്ടി ചാർജ് ചെയ്ത് ഒരു ഡാറ്റ ചെയ്യുമ്പോൾ പോലും 299 രൂപ അടക്കമുള്ളതാണ് പലരുടെയും താരിഫ് റേറ്റുകളിൽ വരുന്നത്, പല കമ്പനികളുടെയും. ഈ 273 രൂപ 75 അല്ലേ ശമ്പളത്തിനാണ് ഇവർ ഇത് ചെയ്യുന്നത്. അവരെത്ര 300 രൂപ അനുസരിച്ച് ഇവർ ചാർജ് ചെയ്യണം. ഒരു വീട്ടിൽ പോകണമെങ്കിൽ ഒരു ഓട്ടോ പിടിച്ചിട്ട് പോകേണ്ടി വരുവാണെങ്കിൽ ഇവർക്ക് എന്തോരം വരുമാനം വേണ്ടി വരും അല്ലെ? ഇതൊക്കെ ഏതെങ്കിലും ഒരു അലവൻസിലെങ്കിലും പെടുത്തി കൊടുക്കണ്ടേ? ഇതൊക്കെ ചിന്തിക്കണ്ടേ? അപ്പോൾ ഇപ്പൊ ഫുൾ ടൈം വർക്ക് ചെയ്യണ ഈ ആശമാര് ഇപ്പൊ ഇവർക്കൊരു ബാധ്യത, ഈ ബാധ്യത ആവില്ലായിരുന്നു, ഈ പ്രശ്നം ഇത്രയും വഷളാവില്ലായിരുന്നു. പല സാഹചര്യങ്ങൾ വന്നു, പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അവർക്ക് അലവൻസ് നൽകാമെന്ന് പറഞ്ഞു. അപ്പോഴും ധാർഷ്ട്യം, ഒടുക്കത്ത ധാർഷ്ട്യമാണ്. ഈ പാർട്ടിയെ നശിപ്പിച്ചത് പോലും ഈ ധാർഷ്ട്യമാണ്. അല്ല പ്രീത, ഇതിനകത്തെ നമുക്ക് ആ പ്രയോഗം കിട്ടി, പരനാറി പ്രയോഗമാണ് അദ്ദേഹം അവിടെ കൊല്ലത്ത് പ്രസംഗിച്ചത്. പ്രേമേന്ദ്രനെ പരനാറി എന്ന പ്രയോഗം വന്നപ്പോഴാണ് ബേബി നമ്മൾ പറഞ്ഞു, അതായത് ബേബി തോക്കുന്നതിന് കാരണം ബേബി, അത് ഞാൻ പറയാൻ കാര്യം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് അവർ ഇതെല്ലാം പറയും എന്നുള്ളത് തന്നെയാണ്. അവരുടെ ഭാഷാ മികവിൽ ഇതെല്ലാം തന്നെ ഉണ്ട്.
ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഇവർക്ക് അറിയാത്തത് കൊണ്ടല്ലല്ലോ ഇവർ പറയുന്ന ഇതിലിവർ ഇപ്പൊ കേന്ദ്രത്തിന് ഇതിൽ റോളുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാര്യം കേന്ദ്രം കൊടുത്ത കാശ് എന്ന് പറയുന്നതിന്റെ കണക്ക് ഇവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. അത് വേറൊരു വശമാണ്. അതിൽ കേന്ദ്രത്തിന് എന്ത് പങ്കാണ്? കേന്ദ്രം നൽകിയ കാശ് വകയിരുത്തി അതിന്റെ കണക്ക് കാണിക്കാനാണ് മിനിസ്റ്റർ പറഞ്ഞത്. ആ മിനിസ്റ്റർക്ക് മുമ്പിൽ ഇവർക്ക് കണക്കായിട്ട് വരാനാ പറയുന്നത്. കണക്ക് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരൊന്നും കേന്ദ്രത്തിലോട്ട് പോവുകയില്ല, വിളിക്കുകയില്ല, ഒന്നുമില്ല. അത് തന്നെ കള്ളത്തരാണ്. ഈ കരീംക്ക് ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞു. കാരണം ഇനിയൊന്നും അവരൊന്നും ഒരു നേതാവായിട്ട് നിൽക്കാൻ അവർക്ക് എന്ത് യോഗ്യതയുണ്ട്? അല്ല, ഇതിലൂടെ എല്ലാം തന്നെ ഇപ്പോ പ്രീത സംസാരത്തിനിടയ്ക്ക് ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ ഈ എടുത്തിരിക്കുന്ന അപ്രോച്ച് കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇപ്പൊ ഈ തദ്ദേശ ഇലക്ഷൻ വരുമല്ലോ, തദ്ദേശ ഇലക്ഷനിൽ ഒരു ഒരു തോൽവി വരട്ടെ. ഒരു തോൽവി വരുമ്പോൾ ഇവരുടെ ഒരു പറയും, ഇവരൊരു കമ്മിറ്റിയൊക്കെ, സംസ്ഥാന കമ്മിറ്റിയൊക്കെ കൂടി CPM ഒരു കമ്മിറ്റി കൊടുക്കും. അപ്പോഴത്തേക്കും പറയും ആശാവർക്കർമാരുടെ സമരത്തിൽ പാർട്ടി എടുത്ത നിലപാട് പരാജയമായിരുന്നു. ഉടനെ പറയും സ്വയം വിമർശനം. അന്ന് ഗോവിന്ദനാണ് പാർട്ടി സെക്രട്ടറി എങ്കിൽ അപ്പോഴും പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ ഗോവിന്ദൻ പറയും, പത്രക്കാരും പറയും അത് ഞങ്ങൾ സ്വയം വിമർശനത്തിന് വിധേയമാകുന്ന പാർട്ടിയാണ്, ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ പരിശോധിക്കും, ഞങ്ങൾ അതിൽ സ്വയം വിമർശനത്തിലൂടെ ഞങ്ങൾ തിരുത്തും. അപ്പൊ പോയ ബുദ്ധി പിടിച്ചാൽ കിട്ടൂലെന്ന് അപ്പോഴും മനസ്സിലാവില്ല. അത് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടും പിടിച്ചാൽ കിട്ടിയിട്ടില്ല. അതാണ് ഇത്. നമുക്കറിയാലോ, ഏറ്റവും അവരുടെ അത്തരത്തിലൊരു കാര്യം കമ്പ്യൂട്ടർ വന്നതിനെ തുടർന്നായിരുന്നു. ഇന്ന് പല നേതാക്കളും കമ്പ്യൂട്ടർ, ലാപ്ടോപ്പും ടാബും ഒക്കെ കൊണ്ടുനടക്കാണെന്ന് ഓർക്കണം. എന്നിട്ടും സ്വയം വിമർശനം. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, മറ്റാരും പറയാത്ത. ഇപ്പൊ ബിന്ദുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ചിരി വരും. ബിന്ദു എന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓരോരോ പ്രയോഗങ്ങൾ, അതായത് വീട്ടിൽ പോകുമ്പോൾ വീടിനെയും കൊണ്ട് ജോലി സ്ഥലത്ത് പോകുന്നു, അങ്ങനെ വീട് തലയിൽ ചുമന്നുകൊണ്ട്, പിന്നെ അവരുടെ ഭർത്താവിന്റെ വേറെ വർത്തമാനങ്ങളൊക്കെ വേറെ. ഇപ്പൊ മഞ്ചൂർ കോടതിയുടെ നടയിൽ പിന്നെ സ്റ്റേജ് കെട്ടിയതിന് സാധൂകരിച്ച വിജയരാഘവന്റെ. ഏതായാലും ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഇത്തരത്തിൽ സംസാരിക്കാൻ തങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് അനുദിനം നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. നാളെ നിങ്ങളോട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ തിരിഞ്ഞ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് ഇപ്പൊ സമരം വിജയിച്ചാലും ഇപ്പൊ ഏതാണ്ട് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഒത്തുതീർപ്പിലേക്ക് വരികയാണ്. ആ സമയത്ത് വരുന്നത് ആരോഗ്യമന്ത്രിയെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, കമ്മ്യൂണിസ്റ്റുകാർ പഴയ കമ്മ്യൂണിസ്റ്റുകാരല്ല എന്നാണ് ഒരു ഒന്നുകൂടെ. അവരൊക്കെ ഇപ്പൊ കട്ടൻ ചായ അല്ല മന്തി കഴിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറയേണ്ടി വരും. അതെ.